ഹലോ ഗൈസ്, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരിലോട്ടാണ് കേട്ടോ. വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിൻ്റെ തുടക്കമാണെന്ന്. വേറെ ഒന്നുമല്ല, ഗുരുവായൂർ വെച്ച് നമ്മുടെ ഇവുവിൻ്റെ അരങ്ങേറ്റമാണ്. വൈകുന്നേരം 8:30ക്കാണ് പ്രോഗ്രാം. എല്ലാ പാരൻസും കുട്ടികളും രാവിലെ തന്നെ എത്തി മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയോടുകൂടി മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളെല്ലാം മേക്കപ്പ് കഴിഞ്ഞു. ഓരോ സെക്ഷനും ഓരോ ഡ്രസ്സാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ചുവപ്പായിരുന്നു, പിന്നെ കുറച്ച് വലിയവർക്ക് റോസ്, പിന്നെ കുറച്ച് പേർക്ക് പച്ച, അങ്ങനെയായിരുന്നു. എല്ലാ ഡ്രസ്സും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല രസമായിരുന്നു. കുട്ടികളെല്ലാം നന്നായി മേക്കപ്പ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഇവുവിൻ്റെ ടീച്ചറാണ് കേട്ടോ അത്. പിന്നെ ഇവും നന്നായിട്ട് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ചിലങ്കയും പിടിച്ച് നിൽക്കുകയാണ്. ചിലങ്ക എല്ലാവരുടെയും കയ്യിൽ കൊടുത്തു. ഇനി അത് ടീച്ചർ അച്ഛനും അമ്മൻ്റെ അടുത്ത് നിർത്തി കുട്ടികളുടെ വലത് കാലിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് ചിലങ്ക കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് അതെല്ലാം തന്നെ കാലിലിട്ട് ഡാൻസ് ചെയ്യാനുള്ളൊരു ആകാംക്ഷ തുടങ്ങിക്കഴിഞ്ഞു. ഇവ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്തത്. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എല്ലാ പാരൻസും കുട്ടികളും റിലേറ്റീവ്സും ഒക്കെ കൂടി ഇവ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എപ്പോഴാണ് ചിലങ്ക ഇടുക, എപ്പോഴാണ് ഡാൻസ് ചെയ്യാമെന്ന്. അങ്ങനെ ടീച്ചർ ചിലങ്ക കെട്ടിക്കൊടുക്കുന്നതിന് വിളിച്ചു. അച്ഛനും അമ്മയും അടുത്ത് നിൽക്കണം കുട്ടിയുടെ. അങ്ങനെ ഞങ്ങളൊക്കെ പോയി അവിടെ നിന്ന് സ്റ്റേജിൽ നിന്നു. ടീച്ചർ ചിലങ്ക മോളുടെ വലത് കാലിൽ കെട്ടിക്കൊടുക്കുന്ന സമയമാണ്. ചിലങ്ക ടീച്ചറിൽ നിന്ന് ഏറ്റുവാങ്ങി ടീച്ചർ ആ ചിലങ്ക അവളുടെ കാലിൽ കെട്ടിക്കൊടുക്കുകയാണ്. വളരെ ദൈവികമായൊരു മുഹൂർത്തമായിരുന്നു അത്. നമ്മൾക്ക് സന്തോഷം കൊണ്ട് എന്താ പറയുക, വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവു ആ ചിലങ്ക ഇട്ട് ഇപ്പോൾ തന്നെ ഞാൻ പോവും, എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ തുടങ്ങി കേട്ടോ. അവളുടെ അമ്മമ്മയും ആൻറ്റിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോരുത്തരെ വിളിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള ധൃതിയിലായിരുന്നു. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ഫോട്ടോ എടുക്കാം. ഇത് മാളൂട്ടി കേട്ടോ, അവളുടെ ഫ്രണ്ടാണ്, എൻ്റെ ഏട്ടൻ്റെ മോളാണ്. അങ്ങനെ ഇത് അവളുടെ ആൻറ്റിയാണ്, ചെറിയ ആൻറ്റിയും പിന്നെ അത് വലിയ ആൻറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരെയും വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളുടെയൊക്കെ കാല് തൊട്ട് മോൾ അനുഗ്രഹം മേടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഇനിയിപ്പോൾ അവളെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് കൊണ്ടുപോവുകയാണ് അരങ്ങേറ്റത്തിന്. അപ്പോൾ ടീച്ചേഴ്സ് കുട്ടികളിനെല്ലാം അറേഞ്ച് ചെയ്തു. മേക്കപ്പ് മാൻമാർക്കൊക്കെ ദക്ഷിണയെല്ലാം കൊടുത്ത് എല്ലാ കുട്ടികളും റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് നമ്മളുടെ കുട്ടിയുടെ പ്രോഗ്രാം വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മേക്കപ്പ് റൂമും ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോകാനുള്ള എളുപ്പത്തിന് ടീച്ചർ അവിടെ തന്നെയായിരുന്നു മേക്കപ്പിന് ഹോളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് എല്ലാവരോടും നന്നായി ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് കണ്ണാടിയിൽ ഒന്നും കൂടി ഞങ്ങളുടെ ഒരുക്കമൊക്കെ ശരിയല്ലേ എന്ന് പറഞ്ഞ് നോക്കി തിട്ടപ്പെടുത്തി. അവൾക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കോസ്റ്റ്യൂമിൽ ഇവുവിനെ കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അരങ്ങേറ്റത്തിന് പോകാൻ നിൽക്കുകയാണ്. അമ്പലത്തിലോട്ട് പോകാനതാ ക്യൂ ആയി എല്ലാ കുട്ടികളും നിന്ന് കഴിഞ്ഞു. ഇനി അതാ നിന്നിട്ട് ഇനി അമ്പലത്തിലോട്ട് പോകാൻ തന്നെയാണ് കളിക്കാനായിട്ട്. നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നല്ല കോച്ചിങ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചേരാം കേട്ടോ. ഇവൻ്റെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അങ്ങനെ അരങ്ങേറ്റമൊക്കെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. നല്ല ടീം വർക്കായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ അരങ്ങേറ്റം എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നു. ബൈ.